CUET UG 2026 വഴി NFSU നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി അതിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ജൂലൈ 2 രാത്രി 11:59 വരെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ സമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കോഴ്സാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അവിടെ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന BSc MSc ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSc MSc ഇൻ ഫോറൻസിക് സയൻസ് ആണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏത് സബ്ജക്റ്റാണ് CUETയിൽ എഴുതേണ്ടതെന്ന് പറയുന്നുള്ളത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 4 സബ്ജക്റ്റുകൾ എഴുതിയ ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് BSc ഇൻ ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ്. ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഈ 4 സബ്ജക്റ്റുകൾ എഴുതിയിരിക്കണം എന്നുള്ള ക്രൈറ്റീരിയ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് BBA പ്ലസ് MBA ഇൻറ്റഗ്രേറ്റഡ് ആണ്. 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് BBA MBA കോഴ്സാണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ എന്താ പറയുക മാസ് മീഡിയ, മാസ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ഇത്ര സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ഈ ഒരു കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ BBA MBA നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നല്ല മാർക്കുള്ള സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ് NFSU എന്ന് പറയുന്നത്, നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇന്ന് ജൂലൈ 2 വരെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് 3rd ജൂലൈയും 4th ജൂലൈ ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ മനസ്സിലാക്കി ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.